പാട്രിയോട്ട് റിലീസ് ചെയ്യാൻ വെറും 2 ദിനങ്ങൾ മാത്രം ബാക്കി നിൽക്കുകയാണ്. ആദ്യ ദിനം ബാക്കി വെച്ച സാക്ഷ്യപത്രം ഇങ്ങനെയാണ്. മികച്ച രീതിയിലുള്ള കളക്ഷനുമായി സിനിമ കുതിച്ചുയരുന്ന കാഴ്ച നമുക്ക് കാണാൻ കഴിഞ്ഞു. ആദ്യ ദിനത്തിൽ 8 കോടിക്കടുത്താണ് സിനിമയുടെ പ്രീസെയിലായി വേൾഡ് വൈഡായി വന്നിരിക്കുന്നത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് ഓർമ്മിപ്പിക്കുക ചെയ്യുകയാണ്. എന്താണെങ്കിലും ഇവിടെ നമുക്ക് മികച്ച രീതിയിലാണ് കേരള ഗ്രോസായി വന്നിരിക്കുന്നത്. 2,80,00,000 രൂപ, കർണാടകത്തിൽ നിന്ന് 12 ലക്ഷം രൂപ, റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്ന് 10 ലക്ഷം രൂപ. ആദ്യ ദിനത്തെ പ്രീസെയിൽ കളക്ഷനാണ്. അങ്ങനെ കേരളത്തിൽ നിന്ന് ഇന്ത്യയിൽ നിന്ന് 3,02,00,000 രൂപയോളമാണ് സിനിമയ്ക്ക് വന്നിരുന്നത്. ഓവർസീസിൽ നിന്ന് സിനിമയ്ക്ക് 500K ആണ് അപ്രോക്സിമേറ്റ് ആയിട്ട് വന്നിരിക്കുന്നത്. ടോട്ടൽ വേൾഡ് വൈഡ് പ്രീസെയിലായി വന്നത് 8 കോടിക്ക് അടുത്ത് എന്നുള്ളത് തന്നെയാണ് പുറത്തു വരുന്നത്. ഇനി GCC രാജ്യങ്ങളിലേക്ക് കിടക്കുകയാണെങ്കിൽ 25,000-ന് മുകളിലുള്ള ടിക്കറ്റുകൾ വിറ്റുപോയി എന്നുള്ളതാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ. അത് മികച്ച രീതിയിൽ തന്നെയാണ് വരുന്നത്. വേറെ ഒന്നുമല്ല, അവിടെ ലിമിറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. സൗദി അറേബ്യയും കുവൈറ്റിലും സിനിമയുടെ കൂട്ടാതെ GCC മേഖലയിലുള്ളതാണ്. അതായത് ഏകദേശം സിനിമയ്ക്ക് വന്നത് 2,70,00,000 രൂപയോളം സിനിമയ്ക്ക് GCCയിൽ നിന്ന് ആദ്യ പ്രീസെയിൽ അക്കൗണ്ട് തുറക്കുമ്പോൾ കാണാൻ കഴിഞ്ഞു. അതായത് $285K സിനിമയ്ക്ക് നേടാൻ കഴിഞ്ഞു എന്നുള്ളത് തന്നെയാണ്. അതുകൂടാതെ സിനിമ മികച്ച രീതിയിലുള്ള ബുക്കിങ്ങിലേക്ക് പല സ്ഥലങ്ങളിലേക്കും എത്തുകയാണ്. ആദ്യ മണിക്കൂറുകളിൽ റെക്കോർഡ് വേഗത്തിൽ 15,000-ന് മുകളിലുള്ള ടിക്കറ്റുകളൊക്കെ വിറ്റുപോയെങ്കിൽ വൈകുന്നേരമായപ്പോൾ ചെറുതായി അണയ്ക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ കഴിഞ്ഞു. എന്തായാലും 4,000, 5,000 ഒക്കെ വന്നു. എന്തായാലും യാതൊരു ഹൈപ്പോ കാര്യങ്ങളോ ഒന്നുമില്ലാതെ വന്നൊരു ചിത്രത്തിന് ആദ്യ ദിനം നമുക്കറിയാം ഹൈപ്പിൻ്റെ പരമോന്നതിയിലെത്തേണ്ട കാര്യമാണ്. മമ്മൂട്ടിയും മോഹൻലാലും ഒരുമിക്കുന്നു എന്നുള്ള ഒരൊറ്റ പേര് തന്നെ. എന്നാൽ മഹേഷ് നാരായണൻ സംവിധാനം ചെയ്യുന്ന ഈ ഒരു ചിത്രം അതിഗംഭീരമായിട്ടുള്ള മികച്ച ഒരു സിനിമയായിരിക്കുമെന്നുള്ളതിന് സംശയമില്ല. പക്ഷേ തുടക്കം മുതലേ ഹൈപ്പ് ഡൗൺ ആക്കി തന്നെയാണ് ഈ സിനിമ പോയിരിക്കുന്നത്. ഇവിടെ പല സിനിമകളുടെയും ഹൈപ്പ് കണ്ടപ്പോൾ ഇവർ രണ്ടുപേരും ഒരുമിക്കുന്ന ഈ ഒരു സിനിമയ്ക്ക് അത്രത്തോളം ഹൈപ്പ് ഇല്ലാതെ വരുമ്പോൾ ഒരു കാര്യം ഉറപ്പിക്കാം, ആദ്യ ഷോ കഴിഞ്ഞാൽ ഇവിടെ ഇത് ആളിപ്പടരും. എന്താണേലും അടുത്ത ഇൻഡസ്ട്രി ഹിറ്റിന് വേണ്ടി നമ്മൾ കാത്തിരിക്കുന്നു. മലയാളത്തിലെ ആദ്യ 400 കോടിക്ക് വകുപ്പുണ്ടോ എന്നുള്ളതാണ് ഓരോ പ്രേക്ഷകനും അല്ലെങ്കിൽ ആരാധകനും ചോദിക്കുന്നത്. അതൊക്കെ വരുന്ന വഴി വരട്ടെ. എന്താണേലും സിനിമ 100 കോടിയും കടന്ന് 200 കോടിയും കടക്കുമെന്നുള്ള ഉറപ്പിക്കാം. മികച്ച സിനിമയാണെങ്കിൽ തീർച്ചയായും ജനങ്ങൾ കൂടെയുണ്ടാകും. ഒപ്പം ഈ 200-ഉം 300-ഉം ഒന്നുമല്ല എന്നുള്ളതും നമുക്ക് കാണാം. അപ്പോൾ നമ്മുടെ വീഡിയോസ് ഇഷ്ടമെങ്കിലും സപ്പോർട്ട് ചെയ്യാം. 2ാം ദിനത്തിൽ സിനിമ അതിഗംഭീരമായിട്ട് എത്തിക്കോളും. നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് 2 ദിവസം കൊണ്ട് 15 കോടിക്ക് മുകളിലുള്ള പ്രീസെയിലാണ്. 3ാം ദിവസം കൂടെ കഴിയുമ്പോൾ 25-30 കോടിക്ക് മുകളിലുള്ള പ്രീസെയിലാണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത്. ആദ്യ ദിനം സിനിമ 50 കോടിക്ക് മുകളിൽ വേൾഡ് വൈഡ് നേടുമെന്നുള്ള പ്രതീക്ഷയുമാണ്. വീഡിയോസ് ഇഷ്ടമായാൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാം, സബ്സ്ക്രൈബ് ചെയ്ത് തരണമെന്ന് അഭ്യർത്ഥിക്കുന്നു. നിങ്ങളുടെ കട്ട സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമ്മൾ എത്രയും പെട്ടെന്ന് 75,000 സബ്സ്ക്രൈബേഴ്സിലേക്ക് എത്തും എന്നുള്ള പ്രതീക്ഷ തന്നെയാണ് ഗ്രേറ്റ് മീഡിയാസ്.